ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഡൽഹിയിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഡൽഹി. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ അക്ഷർധാമിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അക്ഷർധാമിൽ. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല ആദ്യത്തെ ദിവസം വന്ന ടൈമിൽ. കാരണം അന്ന് നമുക്ക് ഫോട്ടോസോ ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ യമുന ഘട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ സ്മോഗാണിത് കംപ്ലീറ്റ്ലി. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളൊരു അറൗണ്ട് ഒരു 5 o'clock ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയതാണ്, കുറച്ച് പേരായിട്ട്. രാവിലത്തെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ പോകാൻ ചെന്നപ്പം ഒത്തിരി ആളുണ്ട്, പക്ഷേ സ്മോഗ് കാരണം നമുക്ക് ആരെയും കാണാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. അതായിരുന്നു അവസ്ഥ. तुमसे मिले तो कुछ गुनगुनी सी होने लगी है सर्दियाँ. तुमसे मिले तो देखो शहर में खिलने लगी है वादियाँ. घुंघरू है तू, मैं तो हूँ पाँव पिया छन ना ना ना. पीपल तू, मैं तो हूँ छाँव पिया तभी हूँ मगा. तू दिखे या ना दिखे तू, तेरी खुशबू खूब इश्क है ये, इश्क है, इश्क है ये, इश्क है, इश्क है ये, इश्क है, इश्क है ये, इश्क है. ओ रंग रेज तेरे रंग दरिया में, ओ रंग रेज तेरे रंग दरिया में डूबना है बस तेरा बनके. है नहीं रहना दूजा बनके. रोशनी ही रोशनी है चारज़ू जो चारज़ू, जो छुपा है हर नजर में हर तरफ जो रूबरू. रोशनी रोशनी है चारज़ू जो चारज़ू, जो छुपा है हर नजर में हर तरफ जो रूबरू. इश्क है ये, इश्क है, इश्क है ये, इश्क है, इश्क है ये, इश्क है, इश्क है ये, इश्क है. അങ്ങനെ ഒരു അടിപൊളി സൺറൈസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിലോട്ടാണ്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ കുത്തപ്പിനാറിലോട്ട് വന്നു.
അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ പാടെ ഞങ്ങളൊരു ഈവനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ തിരിച്ചുള്ള ട്രെയിനിലോട്ട് വണ്ടി കയറി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ട്രാവൽ വ്ളോഗ് സീരീസ് ഇവിടെ വെച്ച് തീരുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു ട്രിപ്പായിരുന്നു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് പേര് തമ്മിൽ അറിയാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞൊരു 15 ഡേയ്സ് എങ്ങനെയാണ് പോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അത്രയും പെട്ടെന്ന് അതങ്ങ് പോയി. ഒരുപാട് വിഷ്വൽസ് എടുക്കാനും പറ്റിയിട്ടില്ല. ഡൽഹി ഒന്നും എക്സ്പ്ലോർ ചെയ്തതൊന്നും ഞങ്ങൾക്ക് അധികം കവർ ചെയ്യാനുള്ളൊരു ഗ്യാപ്പും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു വ്ളോഗ് പോകാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.